താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി. പ്രസവ വേദനയുമായി എത്തിയ യുവതിയെ ഡോക്ടറില്ലെന്ന് പറഞ്ഞ് അടിവസ്ത്രം വലിച്ചുകെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പ്രസവശേഷം തലച്ചോറിന് ക്ഷതമേറ്റ നവജാത ശിശു 2 മാസത്തിലേറെയായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. പുതുപ്പാടി സ്വദേശി ബിന്ദുവിനാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ ഡിസംബർ 13 എൻ്റെ ഡെലിവറി ആയിരുന്നു. ഒരു 9:10 മണീൻ്റെ ഉള്ളിൽ എനിക്ക് പെയിൻ വന്നു. ഞാൻ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു, 2-3 സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. അവർ അവിടുന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ വരാൻ പറ്റില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേനും കുട്ടി പകുതി എത്തിയിരുന്നു താഴെ. അവരവിടുന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കുട്ടി പുറത്തോട്ട് വരാത്ത രീതിയിൽ അവരെൻ്റെ സ്കേർട്ട് മുറിച്ചിട്ട് ഇങ്ങനെ നമ്മളെന്താ പറയുക, അടിവസ്ത്രം ഉടുക്കുന്ന മാതിരിയിട്ട് അങ്ങനെ വലിച്ച് മുറുക്കി കെട്ടി അങ്ങനെ ടൈറ്റാക്കി. അതായത് കുട്ടി പുറത്തോട്ട് വരാത്ത രീതിയിലാണ് അവർ ചെയ്ത് വിട്ടത്. മെഡിക്കൽ വീഴ്ചയാണ് കുഞ്ഞിന്റെ തലച്ചോറിന് ക്ഷതമേൽക്കാൻ കാരണമെന്നും ബിന്ദു ആരോപിക്കുന്നുണ്ട്. ഡിസംബർ 13 മുതൽ കുട്ടി വെന്റിലേറ്ററിൽ തന്നെയാണ്. കുട്ടിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശ്വാസം എടുക്കുന്നത്. പിന്നെ കുട്ടീൻ്റെ ബ്രെയിനിന് വളർച്ചക്കുറവുണ്ട്. 2 കൈക്ക് ചലനശേഷി ഇല്ല. പിന്നെ കുട്ടി ഇതുവരെ കരഞ്ഞിട്ടില്ല. പോലീസിനും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും 1 മാസക്കാലമായി യാതൊരു നടപടിയുമില്ല. പരാതി ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വടകര റൂറൽ SP കൊടുത്തിട്ടുണ്ട്, കോഴിക്കോട് DMO അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ ആയിട്ടൊരു നടപടിയില്ല. താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആയിട്ടൊരു നടപടി ഇട്ടിട്ടില്ല. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും അടിയന്തര സാഹചര്യമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. 2 നഴ്സിംഗ് ജീവനക്കാരുടെ സേവനം അന്ന് ആംബുലൻസിൽ ഉറപ്പാക്കിയതായും സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.